അസ്സലാമലൈക്കും. ആ നമസ്തല്ലേ. ഞാൻ ലാലുവാ. എന്തൊക്കെയുണ്ട് വിശേഷം നാട്ടില്? ഇവിടെ ചൂട് കുറച്ച് കുറഞ്ഞിട്ട്. പിന്നെ നിന്റെ ബിസിനസ് റെഡി ആയിട്ടാ. അപ്പൊ അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. നിന്റെ മെയിലേക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ നീ നോക്കിയാണ്ട് അതിന്റെ ഡേറ്റ് നോക്കി ടിക്കറ്റ് എടുത്ത് പോര്. പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? എടാ പിന്നെ ബിസിന്റെ കോണ്ടാക്ട് 2 വർഷത്താ. അപ്പൊ 2 വർഷത്തിനുള്ളിൽ നാട്ടിൽ പോണേ കുറച്ച് ബുദ്ധിമുട്ടാ. ഇവിടുത്തെ നമ്മളെ കമ്പനി കാര്യങ്ങളൊക്കെ അങ്ങനല്ലേ. എന്നാ ശരിയെന്നാ, വരുമ്പോ കാണാം. ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ. വാസനല്ലേ പേര് പറഞ്ഞു? യാത്ര എങ്ങനെയുണ്ടായിരുന്നു? ആദ്യം ഫ്ലൈറ്റിൽ കയറുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കുറച്ച് മാറി കിട്ടി. ഭക്ഷണം കഴിച്ചില്ലേ? കുഴപ്പമില്ലേ? എന്താ ചേട്ടന് വേറെന്താ? എന്റെ സോണി ഇവിടെ സൂപ്പർ മാർക്കറ്റ്. ചെല്ലുമ്പോ ഫുഡൊക്കെ കിട്ടും. വയറൊക്കെ ഒന്ന് ശരിയാക്കി അതിപ്പോ നമ്മൾ റൂമിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലടാ നമ്മുടെ നല്ല പാചകക്കാരനെ. നമ്മള് പാചകം അങ്ങനെ ഇല്ല, എന്നാലും നീര് പിന്നെ പ്രത്യേകിച്ചായിട്ട് പാചകമൊക്കെ പഠിച്ചിട്ടുണ്ട്, റെഡിയൊക്കെ ഉണ്ട്. അത് പ്രശ്നമൊന്നുമില്ല. അറിയാൻ പാടില്ല കേട്ടോ. അതൊക്കെ ഇവിടെ ശരിയാക്കാതെ ആരും കുട്ടികൾക്ക് കുട്ടികൾക്ക് വന്നതല്ല. അപ്പൊ അവര് വന്ന് പഠിക്കും, അത്രേ ഉള്ളൂ. എത്തി നമ്മുടെ റൂമെത്തി, നമുക്ക് ഇറങ്ങിയേക്കാം. ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് അവസ്ഥ ആലോചന? കണ്ടിട്ട് ടെൻഷൻ പോലെ ഉണ്ടല്ലോ. ടെൻഷൻ അടിക്കുന്ന ആവശ്യമൊന്നുമില്ല. വന്നിട്ട് ഒരാഴ്ചയിലായിട്ടുള്ളൂ. നമുക്ക് ഇതുപോലത്തെ സിറ്റുവേഷൻ പരിപാടി പിന്നീട് നമുക്ക് ശരിയായിക്കോളും. ഇതെന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം. ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. 4 കുട്ടികളല്ലേ, എന്നാ നമുക്ക് ഉറങ്ങാനാ മാസേ.
വിളിക്കാൻ പോയ സമയമുണ്ട്. ഒന്നിങ്ങനെ നീ എന്നെ മുന്നേ വിളിക്കാം, അല്ലെങ്കിൽ ഒരു വിളി ചോദിച്ചത്. শোনো আমি মাকে ছাড়বো শোনো এসে শোনো শরীর মালিশ
വിൽക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം. എന്തൊക്കെയാ വേണ്ടിയേ? ഒരു കിലോ അരി വേണം, പിന്നെ കുറച്ച് പച്ചക്കറി. എത്രയാ മൊത്തം? ഇതിപ്പോ ഒരു ദിനാർ 300 ഫിൽസുമായി. പക്ഷേ പൈസ ഇപ്പൊ ഉണ്ടായില്ല. പക്ഷെ ശമ്പളം കിട്ടും 5-ാം തീയതി ആവുള്ളൂ. അപ്പൊ ഞാൻ കിട്ടിയ ഉടനെ എത്തിക്കാം. അയ്യോ, പൈസ ഇല്ലാണ്ട് സാധനം തരാൻ പറ്റില്ല. കാരണം അർബാബ് പറഞ്ഞേക്ക് പൈസ ഇല്ലാണ്ട് ആർക്കും സാധനം കൊടുക്കരുത്. എനിക്കിവിടെ ആരെയും പരിചയമില്ല, അതുകൊണ്ടാ. അങ്ങനെ പറഞ്ഞാല് നടക്കത്തില്ല. പൈസ എവിടെന്നെങ്കിലും വാങ്ങിയിട്ട് സാധനം എടുത്തിട്ട് പോയാൽ മതി. സോറി കേട്ടോ. ഹലോ, അസ്സലാമലൈക്കും. അൻസാദല്ലേ? നാളെ നവാസ. എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങളൊക്കെ? ശരി. തിരുവനന്തപുരം. വിഷമമൊന്നുമില്ലല്ലോ. എന്റെ സംസാരത്തിനൊക്കെ തോന്നിയോ? കുറച്ച് വിഷമമുണ്ട്. നാട്ടിൽ നിന്ന് ആദ്യമല്ലേ ഇങ്ങനെയൊക്കെ മാറിയിട്ടുള്ളൂ, അതുകൊണ്ടാവും. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുമെങ്കിലും അതെന്തെന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. നാട്ടുകാരുടെ സമയത്ത് ഞാൻ ഒരുപാട് അടിച്ചുപിടിച്ച് നടക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ ഒറ്റയ്ക്കായപ്പോഴാണ് അതിന്റെ വിഷമം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വന്നത് ഓരോരുത്തരും ജീവിതം പഠിച്ചുകൊണ്ടവർ എങ്ങനെയായിരിക്കുമല്ലേ. കൂട്ടുകാരോടല്ലേ എനിക്കിതൊക്കെ പറയാൻ പറ്റുള്ളൂ. അമ്മയോടും ഉപ്പയോടൊക്കെ ഇങ്ങനെ ഈ വിഷമം പറയാൻ പറ്റുമോ? അവർ വിഷമിക്കല്ലേ. ഇനി ഏതായാലും നാട്ടിലോട്ട് വരുമ്പോൾ ഞാൻ ആ പഴയ ഫ്രീക്ക് നവാസായിരിക്കില്ല. ഫ്രീക്കൻ എന്ന് വിളിച്ചാൽ ഞാൻ ആകൊണ്ട് തന്നെ പ്രവാസിയായ നവാസം സൂചിപ്പിക്കുന്നു. എന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ നിന്റെ സമയം പാഴാക്കിയല്ലേ. നീ സിനിമക്ക് പോകുന്ന തിരക്കിലായിരിക്കുമല്ലേ. എന്നാ ശരിയാണ്, ഞാൻ വിളിക്കാം.